ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ബന്ദിപ്പൂർ ഗുണ്ടൽപേട്ട് പോവാണ്. അവിടെ നമ്മൾ പോകുന്ന സൺഫ്ലവറൊക്കെ പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പം എല്ലാവരും ഇപ്പം അങ്ങോട്ട് പോവുകയാണ് കാണാൻ. അപ്പം ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ബത്തേരിയിൽ നിന്ന് എത്ര നേരം എടുക്കും? എത്ര മണിക്കൂർ? 1.5 hours, 1.5 മണിക്കൂറാണ് ബത്തേരിയിൽ നിന്ന്. സോ അപ്പം ഞങ്ങൾ പോകുന്ന റൂട്ടാണ്. നല്ല മഴയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ മഴ പെയ്യാതിരുന്നാണ് തോന്നുന്നു. ഓണമൊക്കെ വരാനായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പൂവൊക്കെ സൺഫ്ലവറും ഒക്കെ നല്ല അടിപൊളിയാണ്. പോയി കണ്ടിട്ട് വരാം. ഞങ്ങൾ മമ്മി എൻ്റെ അനിയത്തി അതോമെന്ന് ഞങ്ങൾ സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. നമുക്ക് വീഡിയോ എടുക്കുക. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ഉച്ച ടൈം ആവാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല ഹോട്ടൽസോ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, ഫുഡൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ ജൂബിലി കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. പള്ളി പെയിന്റ് മാറ്റിയില്ലേ? നമ്മൾ കുറേ ആയി ഇപ്പം ഈ വഴിക്ക് വന്നാലായിരിക്കും. നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. നല്ല പാടൊക്കെയാണ്. ഇന്നിപ്പം നമ്മൾ പോവല്ലേ. തുണി വെച്ച് ഇപ്പൊ കഴിഞ്ഞു. നമ്മുടെ പോയ സ്ഥലമല്ലേ, വേറെ ഒന്നുമില്ല. നമ്മള് ഇപ്പൊ മുത്തങ്ങയിലോട്ട് കടന്നു. അങ്ങനെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്, ഇതിന്റെ ഭാഗങ്ങളാണിത്. ഇച്ചിരി നിൽക്കും. ഇതാണ് പൊൻകുഴി. ഇതാണ് പൊൻകുഴി ക്ഷേത്രം. ഇതിലൂടെ ചിലപ്പോൾ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമായിരിക്കും, നോക്കാം. ഇപ്പം നല്ല കാട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗങ്ങളാണ്. ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തി നമ്മൾ. സോ ഇവിടെ നല്ല ബ്ലോക്കാണ്. ഇനിയിപ്പോൾ എല്ലാവരും ഈ പൂ കാണാൻ പോവാണോ എന്നറിയില്ല, കാരണം അവിടെ നല്ല തിരക്കായിരിക്കും. പ്രത്യേകിച്ച് ഈ പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്ന സമയത്ത്, ഈ ഒരു സീസണിൽ നല്ല തിരക്കായിരിക്കും അവിടെ. അപ്പോൾ ദാ ഇവിടെ നിറച്ചും വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ്, വെയിറ്റിംഗ് ആണ്. ഇവിടെ തുറന്നിട്ടേക്കല്ലേ. അങ്ങനെ നമ്മൾ കേരള സ്റ്റേറ്റ് വിട്ട് നമ്മൾ കർണാടക സ്റ്റേറ്റിലോട്ട് കയറുന്നു. ഇത് അതിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ്, അവിടെ ഉണ്ട്. എന്താ കുരങ്ങന്മാരിയ്ക്കുന്നു. നമ്മൾ ഗ്ലാസ്സൊക്കെ കയറ്റി വെച്ചേക്കും കേട്ടോ, ഇനി എങ്ങാനും ചാടിയാലോ എന്ന് വിചാരിച്ചിട്ട്. സിംഹപാലൻ കുരങ്ങ ലയൺ നമ്മൾ കർണാടക ചെക്ക് പോസ്റ്റ് കിടക്കുകയാണ്. 20 rupees ആണ് ടോൾ കേട്ടോ ഇവിടെ. നാഗർഹോളെ ചെക്ക് പോസ്റ്റ്. നാഗർഹോളെ ചെക്ക് പോസ്റ്റ് ആണിത്. ഇനി നമ്മളിപ്പോ ബന്ദിപ്പൂരിലോട്ടല്ലേ, ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ടാണ് കയറുന്നത്. വണ്ടി പോടുക്കലോ. പഴം, റോബസ്റ്റ പഴം.
അതാ ലോറിയില് പഴം കൊണ്ടുപോകണം കണ്ടിട്ട്. എന്താന്ന് എനിക്കറിയത്തില്ല, അതിങ്ങനെ ഇതാക്കിയിട്ടേക്കല്ലേ. കിച്ചന് പിന്നെ റോബസ്റ്റ് ആണല്ലോ ഇഷ്ടം അല്ലേ, ഫേവറേറ്റ്. പന്നികളൊക്കെ കാണാറുണ്ട്. പന്നികൾ പെട്ടാണോ? പെട്ടല്ല. ചിച്ചു എവിടെ പോവാ? സൺഫ്ലവർ കാണാൻ. എവിടെ? അറിയില്ല. ഗുണ്ടൽപേറ്റ്. ഗുണ്ടൽപേറ്റ്. എക്സൈറ്റഡ് ആണോ? കൊറേ സൺഫ്ലവർ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് കാണാതിരിക്കും അവിടെ ചെന്നാൽ. ഒറ്റെണ്ണം കണ്ടുള്ളൂ. നമുക്ക് ചിലപ്പോ അവിടെ ചെല്ലുമ്പോ ഉണ്ടാവായിരിക്കും. കൊറേ പേരൊക്കെ പോകുന്നുണ്ട്. ഓണം വരുന്നതുകൊണ്ടേ ആണോ അങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ട്. ബന്ദിപ്പൂ ഉണ്ടാവും, ബന്ദിപ്പൂ അല്ല മെയിൻ ആയിട്ട് ഉണ്ടാവുക സൺഫ്ലവർ. ഞാൻ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു, ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചു പോകുന്നു. അവിടെ പോയി കഴിയും പറയാം. അല്ല നിച്ചു കളിക്കുന്നില്ല, പുറത്തോട്ട് നോക്കിയിരിക്കും. കാണാൻ കൊണ്ടുവന്ന കാട് കാണും. മരങ്ങളില്ല, എന്തോരം ഡിഫറെന്റ് മരങ്ങളുണ്ട്. ഇവരെ കണ്ടിട്ടുണ്ട്, അങ്ങനെ വീഡിയോ കാണാം. നേരിട്ട് കണ്ടോ ഇരുന്നിട്ട്. ഇതാ സൈഡിലോട്ട് നോക്കിയേ, അവിടെയൊക്കെ ഉണ്ട്. നമ്മളിതാ ഇവിടെ വന്നതാ. അപ്പൊ നല്ല തിരക്ക്. അപ്പൊ നമ്മുടെ മുന്നിൽ വന്നവരൊക്കെ ഇവിടേക്കായിരുന്നു വന്നേന്ന് തോന്നുന്നു. നല്ല തിരക്കാണ് ഇവിടെ. തിരക്കാണ് കേട്ടോ. കണ്ടോ, അങ്ങോട്ടാണ് നമുക്ക് പോണ്ടേ. ഇടയ്ക്ക് വെച്ചിട്ട് നല്ല ഉറക്കമുറങ്ങി. ഇഷ്ടപ്പെട്ടോ കണ്ടോ? ബാക്കില് നോക്കി, ബാക്കില് കണ്ടോ? ബാക്കിൽ അവിടെ കൊറേ നിർത്തി വെച്ചിട്ടുണ്ട്. ചെണ്ടുമല്ലി, സൂര്യകാന്തി, പിന്നെ വാടാർമല്ലിയൊക്കെ ഇന്ന് പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ലീവ് ആയതുകൊണ്ട് എല്ലാരും നമ്മളിവിടെ ഇറങ്ങി സൈഡൊക്കെ നല്ല കാറ്റ്, നല്ല കാറ്റ്. ഞങ്ങളിവിടെ എത്തി. അത് മാമി നിന്നോളൂ. ചുച്ചു ഇവിടെ നോക്കിയേ. ചുച്ചു എക്സൈറ്റഡ് ആണോ? ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ കാണുന്നേ? ഇവിടെ എത്തി. നല്ല തിരക്കാട്ടോ അവിടെ. ഞാൻ ഫ്രണ്ടിൽ പോയി. എന്നിട്ട് നല്ല കാറ്റ്. എങ്ങനെ നിങ്ങളങ്ങോട്ട് പോ. ചിച്ചേടെന്നാ അപ്പം മോളുടെ ഫോട്ടോ എടുക്കുക. മഴ പെയ്യുന്നതിന് മുന്നേ നമുക്ക് കണ്ടിട്ട് പോകണം വേഗം. നല്ല മഴക്കാറ് കയറി വരുന്നുണ്ട്. നല്ല ചെളിയാ മഴ പെയ്തിട്ടൊക്കെ. ഇവിടെയൊക്കെ ചെളി കയറിയിട്ട്. മമ്മീനെ നിർത്ത്. വേറെ സൈഡ് പോകണോ? വേറെ സൈഡ് പോവാം. അവിടെ ചെളി ഇല്ലാത്ത ആ ഭാഗത്ത് പോവാം. കുറച്ചുകൂടി അങ്ങോട്ട് പോവാം. അല്ല
ആണേ അങ്ങോട്ട് നോക്ക്, അങ്ങോട്ടൊക്കെ നോക്ക്. എടുക്കണം എടുക്കണം. അതിനെ കൊണ്ട് നിച്ചുവിനൊന്നും എങ്ങോട്ടില്ല. അതിന്റെ മുടി ഒന്ന് നേരെയൊക്കെ വെച്ചെടുത്തേ. ഇവിടെ മഴ പെയ്തിട്ട് ചെളിയായിട്ട് നിൽക്കുന്നുണ്ട്. ചുച്ചു എങ്ങോട്ടാ? ചുച്ചു ഇവിടെ നിൽക്ക്. ചുച്ചുവിൻ്റെ ഹെയർ ബാൻഡൊക്കെ പോയേ. ചുച്ചുവിൻ്റെ ഹെയർ ബാൻഡൊക്കെ പോയേ. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുവാണ് അല്ലേ ചുച്ചു? ഞാനിവിടെ കളിച്ചോണ്ടിരിക്കും. എന്ത് കളിയാണ് കളിക്കുന്നേ? ഉപ്പും മുളകും. മഴയ്ക്ക് മുന്നേ നമുക്ക് ഇവിടെയൊക്കെ കണ്ടിട്ട് പോകണം. നല്ല തിരക്കുണ്ട്. പക്ഷേ ഈ മഴ ഇടയ്ക്ക് പെയ്തോണ്ടാന്നൊന്നും ഇവിടെയൊക്കെ ചെളിയായിട്ടിരിക്കും. അതുകൊണ്ട് ഇച്ചിരി നടക്കാൻ, ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ നല്ല പാടുണ്ട്. ഹെയർ ബാൻഡൊക്കെ പോയി. ശരിക്കും വെക്ക്. ഇവിടെ നോക്കി ചുച്ചു. ഇതോ? ഇതെന്തുവാ? ഇവിടെ നോക്കിയേ ചിച്ചു. മേലോട്ട് നോക്ക്. മേലോട്ട്. അത് ഇവിടെ പറ. ഇവിടെ പറ. ഉപ്പും മുളകിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാനിവിടെ അത് ചുറ്റിലും ഒക്കെ ഒന്ന് കാണിച്ചു തരാവേ. ബാ നടക്കാൻ നോട്ടെ. നിച്ചു അമ്മയുടെ കൂടെ വരുവാണോ? എന്റെ സ്കൂളിന്റെ ബൈക്കിന് ബുക്കിന് പോലും ഇതായിരിക്കില്ല. ആണോ? ഇങ്ങോട്ട് വാ. അല്ല കേട്ടോ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണേ. നിച്ചു വരണ്ട അമ്മയുടെ കൂടെ ഇതൊക്കെ എടുക്കാൻ. ഇതിലും തെന്നൂലേ? തെന്നിപ്പോവില്ലേ? തെന്നിപ്പോവില്ലേ? വാ വാ വാ. ആ ഇവിടെ രസമുണ്ട്, രസമുണ്ട്. വാ വാ വാ. എനിക്കൊരു സപ്പോർട്ടർ ഉണ്ട്. നിച്ചോ നോക്കി പോട്ടോ. സൈഡേക്ക് മോളെ, സൈഡിൽ നിന്ന് പോ. ആ ഇനി നടന്നോ, നടന്നോ. നോക്കിപ്പോണം കേട്ടോ, സ്ലിപ്പാവല്ലേ. വീഴല്ലേ? അയ്യോ പാവ, അതാ ആക്ടിങ്ങാ. ചെളിയായിട്ട് കാലം മുഴുവനും ചെളിയായിട്ടാണ്. നിങ്ങള് ആ നോക്കി നോക്കി സ്ലിപ്പ് ആവാതെ പോണേ. നോക്കി നോക്കി. എവിടെ ഇവിടുന്നോ? അതിൻ്റെ ഇടയിൽ കയറി നിൽക്ക്. എന്നിട്ട് പൂപ്പാടം കാണാൻ കയറുന്നതിന് നമുക്ക് ചെറിയൊരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 20 റുപ്പീസാണ്. കുട്ടികൾക്ക് വേണ്ട, മുതിർന്ന ആളുകളാണെങ്കിൽ 20 റുപ്പീസാണ് പെർ ഹെഡ്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി. പക്ഷേ സൺഫ്ലവർ നമ്മൾ വിചാരിച്ച പോലെ അത്ര അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ കുറച്ചുണ്ടായിരുന്നു, എന്നാലും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ചെണ്ടുമല്ലി, അതേപോലെ വാടാമല്ലി, പിന്നെ അതേപോലെ ജമന്തിപ്പൂവൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ഓണം സീസണൊക്കെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ ഏറ്റവും കൂടുതൽ സെയിലാവുന്നതും ഈ പൂക്കളൊക്കെയാണ്. അതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ ഇപ്പോൾ പൂപ്പാടൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് അല്ലേ? ഇഷ്ടപ്പെട്ട അണിച്ച് നല്ല ടയർഡായി അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട്. നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്.
സോ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. ഈ ഒരു സീസൺ ആയതുകൊണ്ട് ഓണത്തിൻ്റെ ഒക്കെ ഒരു ടൈം വരുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് പൂക്കളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു വരുമാനം തന്നെയാണ്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ കാണാനൊക്കെ ആയിട്ട്. പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ടേ. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. Thank you so much for watching. See you all in next vlog. Bye. Bye bye. ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് us. Okay.